എന്റെ ചെങ്ങായി ഇങ്ങക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തേ? നിങ്ങളിപ്പോ 2-3 പ്രാവശ്യം എന്നെ വിളിക്കണേ. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഈ കേരളത്തിലെ റോഡ് മുഴുവൻ പണിത് ഞാനും എന്റെ അമ്മോച്ചനും കൂടി ചേർന്നിട്ടല്ല. അല്ല എന്നാ പറഞ്ഞാ മനസ്സിലാവണ്ട നിങ്ങക്ക്. ഇത് ഏത് കൊണ്ടുപോയുള്ള റോഡ് ഉണ്ടാലും നമ്മളെ ഞെക്കട്ട് കയറണം. എന്തിനാ നിങ്ങള് നമ്മളെ വിളിക്കണ എന്തിനാ? ആങ്ങള് വെച്ചിട്ട് പോകാൻ നോക്കിങ്ങള്. ഞാൻ ഒരുപാട് ഈ കരാർ അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെ വിഷമം എനിക്ക് മനസ്സിലാവും. അതിന് എന്നോടല്ല മെക്കെട്ടുകാരല്ലേ. ആ കോൺട്രാക്ടർ മൊയ്ത് ഒരുപാട് റോഡ് ഉണ്ടാക്കിയിട്ട് ആ പുസ്തകമായിട്ട് നിൽക്കുന്ന ആ റോഡൊക്കെ കേട്ടോ. മനസ്സിലാക്കിയാലേ വെച്ചോളി നിങ്ങള്. അന്ന് PW റോഡിന്റെ മുന്നിൽ മുയിമേ കോൺട്രാക്ടറെ നമ്പർ കൊടുത്ത് അടങ്ങറായത്. എന്തിനേതിനും ആൾക്കാർ നമ്മളെ വിളിക്കാണ്. ഇവിടെ കെട്ടിടം പൊളിഞ്ഞാലും പാലം പൊളിഞ്ഞാലും ഒക്കെ കോൺട്രാക്ടർ മൊയ്ത് തന്നെ വിളിച്ചിട്ടാ തെറി. എന്തുകൊണ്ടേട്ടാ കാര്യമായിട്ട് ചിരിക്കുന്നുണ്ടല്ലോ? തരാം, ഞാൻ അയച്ചുതരാം. ഇതെന്താ ഉണ്ണിയേട്ടാ? ഇതെന്താ മാറിപ്പോയാ? എന്താ സ്വരൂപേ? നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്താലോ? സാർ ഞാൻ അയച്ചുതരാം. ഓക്കെ, കാണിച്ചു തരാം. അത് തന്നെ അയച്ചു കൊടുത്ത. എന്താണ് എന്താ താനീ കാണിക്കണത്? അല്ല, റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വീഴുന്നതും ആൾക്കാരുടെ സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട്. താനായിരിക്കണ സീറ്റ് ഏതാണെന്ന് എനിക്ക് വല്ല ധാരണയുണ്ട? താൻ ജോലി എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അതെ സാറേ. അതിന് കുഴിക്കെതിരെയും റോഡിനും എതിരെയൊക്കെ ആളുകൾ ഇതുപോലെ ട്രോൾ ഇറക്കും. അത് താൻ തന്നെ ഇവിടെ ഇരുന്ന് പ്രചരിപ്പിക്കാൻ കൊള്ളാവോ? ചില ശുദ്ധ ഹാസ്യം കാണുമ്പോ നമ്മൾ ഫോർവേഡ് ചെയ്ത് പോലും. എന്നാ ശുദ്ധ ഹാസ്യമാണെങ്കിലേ ആ മിനിസ്റ്റർക്ക് അയച്ചു കൊടുക്ക്. അപ്പൊ നാളെ മീറ്റിംഗിൽ അവരെല്ലാരും കൂടി ഇരുന്ന് ചിരിക്കട്ടെ. ഹലോ, അതെ, PWD റോഡ് ഡിവിഷൻ. എന്റെ പൊന്ന് സാറേ, അത് നമ്മുടെ കീഴിൽ വരുന്ന റോഡല്ല. നമുക്കത് മെയിൻ്റെനൻസ് ചെയ്യാൻ അധികാരമില്ല. നിങ്ങൾ അത് നന്നാക്കണമെങ്കിൽ നിങ്ങൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എവിടെയെന്ന് വെച്ചാൽ പോയി പറ. അത് നമ്മുടെ റോഡല്ല. അതുകൊണ്ടാണ് ഇതിപ്പോ ഒരു 15ാമത്തെ ആളോടാണ് ഞാൻ പറയണത്. എവിടെയെങ്കിലും ഒരു കുഴി കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ റോഡാണെന്നും പറഞ്ഞ് രാവിലെ ഇങ്ങാട് വിളിക്കും. പറഞ്ഞ് ഞാൻ നേരം വെളുത്തപ്പ തൊട്ട് എന്റെ സ്വസ്ഥത പോയി. സാറേ, നമ്മള് പറയാതിരിക്കുന്ന ഫോർവേഡ് ചെയ്താൽ അവർക്ക് കാര്യം മനസ്സിലാവുമല്ലോ സാറേ. അതാണ് ഞാൻ ചെയ്തത്. എന്താ ഇയാളെ ചെയ്യേണ്ടത്? എന്റെ ദൈവമേ, തലവേദന ഉണ്ടോ സാറേ? തലവേദനയാണ് ഇതേ അടിക്കുന്നത്. ഹലോ, ഏത്? അത് NHAയുടെ അണ്ടറിൽ വരുന്ന റോഡാണ്. ആ റോഡ് നമ്മുടെ റോഡല്ല. കേരളത്തിലെ റോഡാണ്. നമ്മുടെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ മുക്ക് കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് കിടക്കണതാണ് PWDയുടെ. അതിന്റെ ടെൻഡർ ആയിട്ടുണ്ട്. എപ്പ തീരുമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റില്ല. അത് എഗ്രിമെന്റ് ഒക്കെ എടുത്ത് നോക്കണം. സാർ, ഇതിനു വേണ്ടി ഇപ്പൊ ഒരാളെ നിർത്തേണ്ടല്ലോ ഇവിടെ? ഒന്നും പറയണ്ട, പറഞ്ഞ് കൊടല് വായില് വരണേണിത്. വല്ല മറ്റേ കൽപ്പൊടിയും ഗ്രാവലൊക്കെ ഉള്ള ചെമ്മൺ പാത ഉള്ളപ്പോ ജോലി ചെയ്താൽ മതിയായിരുന്നു. ഒരാളോടും ഒന്നും പറയണ്ട. ആളുകൾ തുണിയും പൊക്കി പിടിച്ച് നീന്തി പോയിരുന്ന കാലമാണ്. ഇപ്പൊ ഒന്ന് മഴ ചാറിയാൽ മതി, അപ്പൊ തന്നെ ഇങ്ങോട്ട് വിളിക്കും. എല്ലാ ഉള്ളടത്തും ഫോണാണല്ല, നമ്പറും കിട്ടും അടിച്ച. മഴ ചാറിയതിന് വെള്ളപ്പൊക്കാറ്റം വന്ന റോഡ് മൊത്തം പോകും. നാല് ചായ മേടിച്ചിട്ടുണ്ടെന്ന് ഈ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ റോഡിന്റെ പണി ഞാനല്ല എടുക്കണ സദാശിവം മനസ്സിലാക്കി. അത് നിങ്ങൾ എല്ലാത്തിനും എന്നെ വെച്ച് തരുവാണ്. ഒരു മാന്യമര്യാദയില്ലേന്. എനിക്കിനി വയ്യ. അതിന് വല്ല പണിയെടുക്കും. നിങ്ങൾ വേറെ ആർക്കും കൊടുത്തോളി. നിങ്ങൾ എന്നാല് ആ ടെൻഡർ എടുക്ക വയ്യ. ഞാൻ ഇവിടെ ഓഫീസിൽ വന്നാ നിങ്ങള് പിന്നെ വിളിക്കേ. ഇടക്കറാക്കില്ലേ? ആയിക്കോട്ടെ. എന്ത് ഫോൺ ചെയ്തിട്ട് എടുക്കില്ലല്ലോ. എങ്ങനെ എടുക്കാനാണ് എന്റെ മൊയ്തു? ഈ ഫോണൊന്ന് നിലത്ത് വെച്ചിട്ട് വേണ്ട എന്റെ ഫോൺ എടുക്കാൻ. ആളുകൾക്കൊരു വിവരമില്ലാന്നേ.
പഞ്ചായത്ത് റോഡിലാണെങ്കിൽ ഇത്തിരി വെള്ളം കെട്ടിക്കിടന്ന് അത് മെയിൻ്റെനൻസ് ചെയ്യണമെന്ന് പറഞ്ഞ് PWD വിളിക്കും. ഇവരോട് സമാധാനം പറഞ്ഞ് ഞങ്ങൾ കുഴഞ്ഞു പോവേണ്. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് നിങ്ങൾ പണിത റോഡൊക്കെ താറുമാറായി കിടക്കണം പറഞ്ഞിട്ട് ഈ വിളിക്കണത്. ഏത് റോഡാ നല്ലത്? അങ്ങനെ പറയാ ഞാൻ എത്ര ചിന്തയൊക്കെ അറിയാം. ആ കേക്കണം. ഈ എല്ലാ PWD റോഡിനെ എന്റെ നമ്പർ കൊടുത്തിക്കണേ കോൺട്രാക്ടറെ മോയ്ക്ക് പറഞ്ഞിട്ട് ആൾക്കാർ എന്നെ വിളിച്ച് തെറിയ. അത് നമ്മുടെ കുഴപ്പമില്ല, നമ്മളോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഡിപ്പാർട്ട്മെന്റ് സർക്കുലർ അല്ലേ. പണി തീർന്ന റോഡിന്റെ ഫലകത്തുമ്പോ കോൺട്രാക്ടറുടെ ഫോൺ നമ്പർ എഴുതി വെക്കണം. ഭയങ്കര അടുക്കാനായിക്കണ. രാത്രി ഉറങ്ങാൻ പറ്റില്ല. 11 മണിക്ക് 12 മണിക്ക് ഓരോരുത്തർ വിളിച്ച് ചീത്തറിയാ. ഞങ്ങളും അത് തന്നെ അവസ്ഥയിൽ ഇരിക്കണം. മൊയ്തു നിങ്ങളെ 10 നമ്പറിലെ അങ്ങോട്ട് കൊടുത്തത് അതിന് ഒന്നങ്ങോട്ട് മായിച്ചു കഴിഞ്ഞാ പിന്നെ പ്രശ്നം എന്തില്ലേ? വിളിച്ചാ കിട്ടുവാ? അവര് ഐഡിയ ഉള്ളല്ലേ? നേരത്തെ പറയാഞ്ഞ് നേരത്തെ അമ്മ ഇത് അറിഞ്ഞിട്ടാ 10 കൊല്ലം മുമ്പേലല്ലോ. അതൊരു ഐഡിയ ഉള്ളോ? നല്ല ഐഡിയ ഉള്ള ആളാണ്. അല്ല നമ്മളെ കോട്ടോള വട്ടപ്പറമ്പ് റോഡില്ലേ, ആ വാട്ടർ കുത്തി പിടിച്ച റോഡ്, ആ റോഡിന് ആ പണി നമുക്ക് കിട്ടൂലേ? ആ പണി കിട്ടൂല മൊയ്തു. അത് വാട്ടർ അതോറിറ്റി തന്നെ നേരിട്ട് ചെയ്യാന്ന് നമുക്ക് ഇവിടെ കത്ത്. അതെങ്ങനെ ഒരു അതവിടെ ഒരു മന്മഥൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ചാർജ് എടുത്തിട്ടുണ്ട്. പുള്ളിയുടെ അളിയനൊരു കോൺട്രാക്ടറാണ് അത്രേ. അപ്പൊ അയാൾക്ക് വർക്ക് കിട്ടാൻ വേണ്ടിട്ട് അത് ഡെപ്പോസിറ്റ് സ്കീമാണല്ലോ. കുത്തി പൊളിക്കണതിന് മുമ്പ് പൈസ അടച്ചിട്ടുണ്ട് അവർക്ക്. ഈ PWD ഉണ്ടാകുന്ന റോഡിന് മേലെ മുഴുവൻ എന്റെ നമ്പർ വെച്ചിട്ട് പണി ഓർക്ക് കൊണ്ട് കൊടുക്കല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവരത് ടെൻഡർ ചെയ്തിട്ട് അവര് ചെയ്തോളാന്ന് പറയുമ്പേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡിപ്പോസിറ്റ് ഓന്റെ പേരെന്താ? മന്മഥൻ. മന്മഥനോ? 1 മണിയാ കൊടുത്തോളാം. വെറുതെ ഞാൻ പറഞ്ഞെന്ന് പറയല്ലേട്ടാ. പണിയെ പശുപല്ലിയാ കൊടുക്കും. ആരുടെ കളി? കോൺട്രാക്ടറും ഇതിനോട് കളി. അങ്ങനെ കണ്ടോളി കേട്ടോ. കളിയെ കളിക്കൂ ഞാൻ. അത് ശരി, കളി പെട്ട് പോലടച്ചോയാ അവിടെയല്ലേ? ആയിക്കോട്ടെ, തലയിരിച്ചിട്ട് ഒന്നും മനസ്സിലാവില്ല. അതെ, ഇയാളുടെ ശബ്ദം എന്താ ഇങ്ങനെ റോഡർ തൊണ്ടയിലേക്ക് കയറി ഇറങ്ങിയിട്ടാവുക? അതെ, ഇത് കോൺട്രാക്ടർ ആണതിന് മുമ്പ് കഥാപ്രസംഗം പറയുമായിരുന്നു. ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ഒച്ചയടപ്പാട്. ആ പണി കിട്ടാത്തതിന്റെ വഴി അതല്ലായിരുന്നു, ഈ വഴിയാ വേണ്ടിയിരുന്നേ. വീണ്ടും തെറ്റി. ഒന്ന് പോയി തന്നെ. വഴി ഉണ്ടാക്കാൻ നടക്കുന്ന ആളാണ്, അയാൾക്ക് വഴി തെറ്റിക്കിടക്ക്. പിന്നെ വഴി എങ്ങനെ നേരെയാവും? ജനങ്ങള് കഷ്ടപ്പെടും, അത്രയുണ്ട്. ആ അത് ചീത്താക്കണ്ട. ഹലോ, അതെ, വാട്ടർ അതോറിറ്റി ആണ്. എന്നാ പൊട്ടിയോ? എത്ര നേരമായി പൊട്ടിയച്ചു? ആണോ? ആളെ അങ്ങോട്ട് വിടാം. ഇതിപ്പോ ദീപാവലിക്ക് വടക്കം പൊട്ട് പോലെ ഈ പൈപ്പ് പൊട്ടിയാൽ ഞങ്ങൾ എന്നാ ചെയ്യാനാണ്? ഇപ്പൊ ഞങ്ങളാരും പൊട്ടിക്കുന്നതല്ലല്ലോ. നിങ്ങളൊന്ന് സമാധാനമായിട്ട് നിൽക്കേ. ആളെ ഞാൻ അങ്ങോട്ട് വിടാം. ആ ആ ആ ആ ശരി ശരി. സാറേ, സുധിയേ, ഇതിപ്പോ അടുത്ത പരാതി വന്നേക്കാ. ആ കുമ്പളം തെങ്ങാണ്ട് പൈപ്പ് പൊട്ടിയെന്ന്. ഇത് പടക്കം പൊട്ടും പോലെ പൈപ്പ് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ എന്നാ ചെയ്യാനാ? കുമ്പളത്ത് പിന്നെയും പൊട്ടിയോ? കുമ്പളത്ത് പിന്നെയും പൊട്ടി. ആ പൊട്ടിയിടത്തല്ല, ഇത് അടുത്ത സ്ഥലത്ത് പൊട്ടിയിക്കുക. ഓ ശരി. അതെ, ആ ലേക്ക് ഷോറിനോടെ പൊട്ടി എന്നായി നോക്കാൻ പോയോ? അല്ല, അവിടെ ആള് പോയിട്ടുണ്ട്. അവിടെ ആരാ പോയി? എത്ര പേര് പോയി? അതിപ്പോ 2 ആളേ ഉള്ളൂ. ഒരു തൂമ്പാണ്ട് ഒരു കുടി വെട്ടാൻ, പിന്നെ 2 ആളതിനകത്തിന് ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുവോ? ആ ഒരാളെ ഈ കുമ്പളത്ത് പോയി അതൊന്ന് നോക്കാൻ പറയും. ഞാൻ വിളിച്ചു പറയാന്നല്ലേ. സുധിക്ക് എന്നെ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറയാം സാറേ, ഞാൻ പറയാന്നല്ലേ പറഞ്ഞു. സുധി എന്നെ പറയണം. പിന്നെ എന്നാ സുധിക്ക് വിഷമം പോലെ? ഞാൻ പറയാ സാറിന് ഇങ്ങനെ ചൂടാകുന്നതിന്. ആകെ 2 3 പേരുണ്ട്. ഇവരൊക്കെ ഞാൻ എല്ലാ സമയത്തും ഒരേ സമയത്ത് പൈപ്പ് പൊട്ടി കഴിഞ്ഞാൽ ഞാൻ നാക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ എന്നാ തൂമ്പ എടുത്തോണ്ട് ഞാൻ പോണോ? അല്ല, ഞാൻ പോണോ? ഞാൻ പോവാ. ആ പോണം. ആ ആ ഹലോ, റോഡിലെ കുണ്ടും കുഴിയോ? ഹലോ, ഈ നമ്പർ ആരാ തന്നേ? എക്സലോ, ഈ നമ്പർ എഴുതി വെച്ചിരുന്നോ? അയ്യോ കുഞ്ഞെ, ഇത് നമ്പർ റോങ് നമ്പറാന്ന് കേട്ടോ. ഞാനിവിടെ അടുത്ത ഒരു പള്ളിയിലെ
ഫാദറാന്നേ. ആ റോങ് നമ്പറാന്നേ. ഇരുന്നാട്ടെ നമ്പർ. എന്നാ ഉണ്ട് വിശേഷം? ആ ഏ എന്നും പരാതി പ്രശ്നങ്ങൾ തന്നെ. ആ ഇതാരാന്ന്? അത് നമ്മുടെ വാർഡിലുള്ള കോയ. ഓ ഓ ഓ കോയ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞു. എന്നാന്നേ അത് സാറേ നമ്മുടെ അവിടുത്തെ ആ വയ്യ ആകെ അങ്ങട് വയ്യോ? ആർക്ക് വയ്യാന്ന്? റോഡേ ആ റോഡ് ആകെ താറുമാറായിട്ട് കിടക്കുകയാണ്. അതെന്ന് പറഞ്ഞാല് ഇപ്പോ നടക്കാൻ പറ്റില്ല, മുമ്പ് തന്നെ വണ്ടികളും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കുണ്ടും കുയ്യൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇതെന്നാ ഇത് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസാണേ. ഈ റോഡിന്റെ കാര്യമൊക്കെ PWD ഓഫീസിലല്ലേ പോയി പറയണ്ടേ? എന്നാ തോന്നുന്നു മെമ്പറെ, നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ ഈ റോഡിൽ കുഴി വന്നത് വാട്ടർ അതോറിറ്റി പൈപ്പ് കണക്ഷന് വേണ്ടിയിട്ട് റോഡ് കീറി കുഴിച്ചതാണ് ഈ കുഴി. പിന്നെ അത് ടാറിടാണ്ട കുഴിയിൽ വണ്ടി പോയിട്ട് അത് കുളം പോലെയായി കിടക്കാണ്. എവിടെ ഈ സ്ഥലം? എവിടെ? പോയിമുക്ക് പോയിമുക്കോ? ആ പോയിമുക്കിൽ ഈ ഇടയ്ക്കൊന്നും നമ്മള് പണി ചെയ്യില്ലല്ലോ. ഇടക്കല്ല എന്നെ പറഞ്ഞപ്പോ 2 വർഷമായി അത് പണിയണില്ല. ഇതിങ്ങനെ താറുമാറായി കിടക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. അപ്പൊ അത് വാട്ടർ അതോറിറ്റിയാണ് കീറിയത്, അതുകൊണ്ടാണ് ഇവിടെ വന്ന് പറയുന്നത്. വന്ന് പറഞ്ഞായി ഇനിയിപ്പോ സാറേ ഞങ്ങൾ ഇത് വായ കുഴിച്ചിട്ടും തോണി ഇറക്കിയിട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വയ്യാണ്. അത് നിങ്ങളൊക്കെ പാടങ്ങനെ ഇല്ലാണ്ടാക്കരുത്. അല്ല അത് മറ്റേ ഈ പഞ്ചായത്തിന്റെ റോഡ് ടാറിടാണ്ട കുണ്ടും കുഴിയായി കിടന്നിരുന്നതാണ്. അപ്പൊ അത് ഇവര് സമരം ചെയ്തിട്ട് മഴക്കാലമായി കഴിഞ്ഞാൽ പ്രതിഷേധമായിട്ട് റോഡിലെ മറ്റേ തോണി വിടും. അല്ലാത്ത സമയത്ത് വാഴ കുഴിച്ചിട്ട് പ്രതിഷേധ സമരം നടത്തിയിട്ടാണ് ആ റോഡ് ടാറിട്ടത്. പൈപ്പിടാൻ കുഴിക്കാതിരിക്കാൻ പറ്റുമോ? സാറേ ഞങ്ങൾക്ക് ഇതാ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഉറക്കന്ന് പറഞ്ഞതില്ല ഇപ്പൊ ഞങ്ങക്ക്. നല്ലൊരു ഡോക്ടറെ കാണിച്ചാൽ മതി. സാറ് ഇത് അവിടെ ആ കുഴിയിൽ വന്ന് വണ്ടികൾ വന്ന് വീണിട്ടും മറിഞ്ഞിട്ടും ആൾക്കാർ വീണിട്ടും കയ്യും കാലോടിഞ്ഞ് നിലവിളിക്കുമ്പോ ഞാൻ ആശുപത്രിയിൽ ഡോക്ടറെ പോയി കണ്ടിട്ട് എന്താ കാര്യം? ആ നിലവിളി കാരണമാണ് ഉറങ്ങാൻ പറ്റാത്തത് ഞങ്ങൾക്ക്. ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കാതിരിക്കാൻ ഞാനൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. ആ ഈ രാത്രി കിടക്കുമ്പോഴേ ഫാൻ്റെ സ്പീഡ് ഫുള്ളങ്ങ് കൂട്ടിയിട്ടേച്ച് കിടന്ന ഒന്നും അറിയാല്ല, സുഖമായിട്ട് കിടന്നുറങ്ങാൻ രാവിലെ നല്ല അടിപൊളിയായിട്ടോ എണീക്കുകയും ചെയ്യാം. എന്നാലും ഈ റോഡ് വരാക്കാനുള്ള ഐഡിയ ഒന്നും ഇല്ല അല്ലേ സാറിന്റെ കയ്യില്? വേറെ ഇങ്ങനത്തെ ഉള്ളൂ അല്ലേ? കോയച്ചേട്ടാ, ഈ കോയച്ചേട്ടന് വെള്ളം ഇവിടുന്നാണോ? ഞാൻ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കണത്. ആണല്ലേ? ആ പരിസരത്ത് എല്ലാവർക്കും പൈപ്പ് കണക്ഷനിലെ വെള്ളം. ആ അപ്പൊ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ കൊണ്ടുവരാനുള്ള സംവിധാനമൊന്നും ആയിട്ടില്ല. നമുക്കിവിടെ ഇപ്പോൾ ഉള്ളത് റോഡ് കുഴിച്ച് പൈപ്പ് ഇടുക എന്നുള്ളതാണ്. അങ്ങനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റോഡ് അങ്ങോട്ട് കുഴിച്ച് അങ്ങോട്ട് പോയിട്ട് പിന്നെ ഈ 2-2.5 കൊല്ലം ഇത് മൂടാൻ ഒരാളും ഇല്ല എന്ന് പറഞ്ഞാല് ഇത് കുണ്ടും കുയ്യായിട്ട് നാശമായിട്ട് കിടക്കാണ്. ജനങ്ങള് പൈസ എന്നിട്ടല്ലേ ഇപ്പൊ ഇത് ചെയ്യുന്ന. ആരും തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ എടുത്തോണ്ടെന്ന് ഇവിടെ പണിയണേ. ഈ ഗവൺമെന്റ് ചെലവാക്കണ കായ് അതാത് സമയത്ത് അങ്ങോട്ട് ഉദ്യോഗസ്ഥര് പാസ്സാക്കി കൊടുത്താൽ നടക്കും. അല്ല ഇതിപ്പോ എന്നാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ അത് നേരെ PWD ചെന്ന് പറയുക. ഇപ്പൊ വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കുഴിക്കാനുള്ള അനുമതിയുള്ളൂ, മൂടാനുള്ളതില്ല. അല്ലെ അതെല്ലാം PWD ആണ്. കാശ് അടച്ചിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ അവര് ചെയ്തോളൂ. അപ്പൊ വാട്ടർ അതോറിറ്റിയിൽ കാശ് അടച്ചാലും ചെയ്യേണ്ടത് അവരാണ് അല്ലേ? എന്നാ ശരി സാറേ, സന്തോഷം. കാര്യങ്ങൾ അറിഞ്ഞതിൽ വളരെ സന്തോഷം. എന്നാ ശരി സാർ. എന്തൊരു മലക്ക നോക്കാം, ഇല കായും കൊടുത്തിട്ട് ഈ ജാതി കടിക്കണ പട്ടിനെ മേടിച്ചെന്ന് പറഞ്ഞ മറ്റേ അവസ്ഥയില്ല കൊടുത്തിട്ട്. ഈ വക നിയമങ്ങളും കാര്യമൊക്കെ എനിക്കറിയാം. നമ്മളൊരു പൊതുപ്രവർത്തകനല്ലേ. ഇതുപോലെ സാധാരണ ഒരാള് വന്നിട്ടൊരു കാര്യം പറയുമ്പോ അവരുടെ കൂടെ വരേണ്ടത് നമ്മുടെ ഒരു കടമയാണല്ലോ. അതുകൊണ്ട് ഈ വയ്യാവലയെല്ലാം വഴിച്ച് എല്ലാ വിലയെ കൊണ്ടും എന്നാത്തിനാ സുഖം വെക്കുന്നത്? എല്ലാം അറിയാലോ. ഇവിടെ താമസിക്കാം. അതെ അതെ. ഞങ്ങളിത് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ചുമ്മാതല്ല ഈ സുഖത ഇലക്ഷന് ജയിക്കണേ. മിടുക്കൻ. ഇപ്പോ നിങ്ങൾ ഇതിൽ ഈ പറയുന്ന റോഡുണ്ടല്ലോ, ഇത് നമ്മുടെ ആ തീരദേശത്തേക്ക് കയറുന്ന റോഡല്ലേ? ആ അതന്നെ. ഇതാ ഈ റോഡ് കണ്ട ഓട്ടോറിക്ഷ പൂന്തി ഓട്ടോറിക്ഷ ഈ റോഡ്. സംഗതി പൊഴിമുക്ക് എന്നാണെങ്കിൽ ഇപ്പൊ കുഴിമുക്ക് എന്ന് പേരിടേണ്ട അവസ്ഥ. കുഴിയുണ്ട് അവിടെ. ഈ കുഴിയൊന്നല്ല, അങ്ങനെ കുഴിയാണ്. കുഴിയാണ്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് എത്തണത്. അല്ലെങ്കിൽ അതിൽ വിളിക്കണ്ട, അതിൽ വിളിച്ചാൽ വരില്ല. കേക്കില്ല അങ്ങോട്ട് ഫോൺ വിളിക്കാം. അതെ, ആ എന്താ മറ്റേ സ്ഥലം പൊഴിമുക്ക്. ആ പൊഴിമുക്ക് റോഡിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കും. റെഡിയാക്കി തരും.
ഇറങ്ങാൻ പറ്റില്ല കുറെ ഫയല് കൊടുന്നാലേ നോക്കിട്ട് ഞാൻ ശരിയാക്കും അത്. ആ ശരിയാക്കാം, അതിപ്പോ ശരിയാക്കാം. അതെ, നമ്മുടെ പൊഴിമുക്ക് റോഡിന്റെ അതിന്റെ വർക്കൊക്കെ നമ്മള് തുടങ്ങിയതാണോ അല്ലെങ്കിൽ എന്താ ചെയ്യത്? ഇല്ല സാറേ, അതായിട്ടില്ല. അതെ, ആയിട്ടില്ല. ഈ പൊഴിമുക്ക് റോഡ് നമ്മുടെ അണ്ടറിലാണോന്നൊരു സംശയമുണ്ട്. കാൽഭാഗം നമ്മുടെ അണ്ടറിലുള്ളതാണ്. ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മൾ കൊടുത്തേക്കണ എസ്റ്റിമേറ്റുകൾ റിവേഴ്സ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒന്നും നടക്കൂല. അപ്പൊ ഇതൊന്ന് ചവിട്ടിയാല് മറ്റേതെങ്കിലും നടക്കും. അതാണ് ഇപ്പൊ ഇതിപ്പോ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ കൂടെ ഒന്നും പറഞ്ഞ ഒഴിയാലോ. അത് വേറെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോ. അതായത് ഇപ്പോ ആ റോഡ് ഈ PWD നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴില് മാത്രമുള്ളത്. അത് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അല്ല, അത് നമ്മുടെ പഞ്ചായത്തിലുള്ളതാണ്. അതെ, പഞ്ചായത്തിലുള്ള തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ ആളുകളുടെ ഒക്കെ ഒരു ധാരണ ഈ റോഡുകളൊക്കെ ഈ PWD ആയിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ അണ്ടറിലുള്ളതാണ് എന്നാണ്. അപ്പൊ അല്ലേ? അല്ല, അതങ്ങനെയല്ല. പിന്നെ ആരേത്? അത് പറഞ്ഞുതരാം. അതായത് സാറെ നിങ്ങൾ ഇത് എടുത്തിട്ട് അതിന് ഊട് വെച്ചോളൂ. എന്തായാലും ഇതുകൊണ്ടൊരു ഉപകാരമില്ല. ഇല്ല, കുഴപ്പമില്ല. അതായത് ഇപ്പോ പഞ്ചായത്ത് റോഡുകള് തന്നെ പലതരത്തിലുണ്ട്. നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരുന്നോ? അത്രേ ഉള്ളൂ. ഇപ്പോ പഞ്ചായത്ത് റോഡുകളിൽ തന്നെ പലതരത്തിലുണ്ട്. ഇപ്പോ ഗ്രാമപഞ്ചായത്തിന്റെ റോഡുകൾ കാണും, പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ റോഡുകൾ ഉണ്ടാവും, ജില്ലാ പഞ്ചായത്തിന്റെ റോഡുകൾ ഉണ്ടാവും, പിന്നെ മുനിസിപ്പാലിറ്റിയുടെ, കോർപ്പറേഷന്റെ. ഇതിനൊക്കെ പുറമെ നമ്മളുടെ അണ്ടറിലുള്ള റോഡുകൾ അങ്ങനെയുണ്ട്. ഒക്കെ കുഴിയുള്ള തന്നെ. നാഷണൽ ഹൈവേയുടെ അതിന്റെ അണ്ടറിലുള്ള റോഡുകൾ ഉണ്ടാവും. ഇത് ഏത് വിഭാഗത്തിലുള്ള റോഡിലാണ് ഇപ്പൊ നമ്മുടെ ഈ പൊഴിമുക്ക് പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അതിലിപ്പോ അത് നാഷണൽ ഹൈവേ ഒന്നല്ല സാറേ, സാധാരണ പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്ത് അതിപ്പോ ഏതിൽ പെട്ടതാന്ന് നമുക്കറിയില്ലേ. അത് സാറേ പറഞ്ഞു, രജിസ്റ്ററിൽ ഇത് കാണിക്കണതേ സാറേ. ഇപ്പൊ ഈ പൊഴിമുക്ക് റോഡുണ്ടല്ലോ തീരദേശത്തേക്ക് പോകണം, അതിന്റെ കുറെ ഭാഗം നമ്മുടെ അണ്ടറിലാണ്. അതിന്റെ ആ പാലം കയറണ ഒരു കാൽഭാഗം ഉണ്ടല്ലോ, അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അധീനതയിലുള്ളതാണ്. അവരാണ് വർക്ക് ചെയ്യണത്. പിന്നെ പാല് ഇറങ്ങിയിട്ടുള്ളത് തുറമുഖ വകുപ്പിന്റെയാണ്, കടപ്പുറം വരെയുള്ള. കടപ്പുറന്ന് തിരിയണത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. അങ്ങനെ 3-4 ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ആ റോഡ് കംപ്ലീറ്റ് വരുന്നത്. ഈ കുഴിയുള്ള റോഡ് പാലത്തിന്റെ മുമ്പേയാണ്. അത് ഏത് ഇതിലാ പെടാന്ന് നിങ്ങൾക്ക് നോക്കി അറിയില്ല. അങ്ങനെ നോക്കി അറിയില്ല. അത് നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ അതൊന്ന് പഠിക്കട്ടെ. അപ്പൊ ആ റോഡ് ഏതിലാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കും. എന്നിട്ട് ഈ റിപ്പോർട്ട് നമ്മൾ മുകളിലേക്ക് അയക്കും. അല്ല, ഞങ്ങളിപ്പോ ആ പരിസരവാസികൾ മുകളിലേക്ക് പോണേറ്റ് മുമ്പ് ഇതൊന്ന് റോഡ് ശരിയായി കിട്ടുമെന്നുള്ളതാണ്. കൊറേ നടക്കണ്. ഇവര് എത്രയും പെട്ടെന്ന് അത് മുകളിലേക്ക് അയക്കും. എന്നിട്ട് ഇപ്പൊ അത് ഒരു തീരുമാനമാവും. അത് ഇതിപ്പോ റിപ്പോർട്ട് റെഡിയാക്കി മുകളിലോട്ട് എത്രയും പെട്ടെന്ന് അയക്കണം. നമ്മള് കസേരയുടെ അയച്ചിട്ട് 8-9 മാസമായി. കസേരയുടെ പുതിയ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഇതൊക്കെ പഠിച്ച അതിന്റെ പരീക്ഷ ഒക്കെ കഴിയണം. അത് അവര് എത്രയും പെട്ടെന്ന് ചെയ്യുന്നത്. നമ്മൾ ഇടപെട്ടതല്ലേ. ചെയ്തു തരാം. എന്നാ പിന്നെ ഞങ്ങൾ എന്നാ പിന്നെ ഞങ്ങൾ അറിയാം. ശരിയാക്കി അത് മാറ്റം കൊടുത്തിട്ടുണ്ട്. മാറ്റിയിട്ടില്ല. ശരി. ശരി സാറേ, നടക്കുമ്പോ അവർക്ക് റോഡൊന്നും